ഒരു കാലത്ത് മകൾ സീരിയലിലെ തിരക്കേറിയ അഭിനേതാവായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ അന്തരിച്ച നടി ശരണ്യയുടെ അമ്മ. അഭിനയ രംഗത്ത് നിന്ന് മകൾക്ക് യാതൊരു തരത്തിലുള്ള മോശ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ശരണ്യയുടെ അമ്മ പറഞ്ഞു. അഭിനയ രംഗത്ത് സജീവമായിരുന്ന സമയത്താണ് ശരണ്യ ക്യാൻസർ ബാധിതയാകുന്നത്. അസുഖാവസ്ഥയിലായിരുന്ന താരം 2021 മരിച്ചത്. ഇപ്പോഴിതാ ശരണ്യയുടെ അമ്മ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സീരിയലിലൂടെയാണ് മകൾ അഭിനയ രംഗത്ത് സജീവമാകുന്നത്. നല്ല രീതിയിലാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത്. അടുത്തിടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വാർത്തയിൽ വന്നിരുന്നു. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോൺ കോളുകളും വന്നു. ശരണ്യ ബാലചന്ദ്ര മേനോന്റെ സീരിയലിലാണല്ലോ അഭിനയിച്ചത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ പലരും ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടമായി. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ അഭിനയത്തിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരണ്യക്ക് അസുഖം വന്ന സമയത്തും ബാലചന്ദ്ര മേനോൻ സാർ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണിയുടെ സഹോദരിയെ ഒരു സിനിമയിലും അഭിനയിച്ചു. മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങളെ മണിയമ്പിള്ള രാജു സാർ വിളിക്കുന്നത്. സംസാരത്തിനിടയിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സാർ പറഞ്ഞതായി മകൾ പറഞ്ഞു. അപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും കോൾ വന്നു. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അഭിനയിക്കുന്ന ദിവസങ്ങൾ തമ്മിൽ ക്ലാഷ് ആകരുതെന്നാണ് ഉദ്ദേശിച്ചതെന്ന് സാർ പറഞ്ഞു. അങ്ങനെയാണ് ചോട്ടാ മുംബൈയിൽ അഭിനയിച്ചത്. പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും പ്രതികരിച്ചതിന് ശരണ്യയ്ക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരണ്യയുടെ അമ്മ പറഞ്ഞു. നടി സീമാജി നായരെ കുറിച്ചും ശരണ്യയുടെ അമ്മ പറഞ്ഞു. സീമാജി നായരുടെ സഹായം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് സീമ. ശരണ്യയുടെ ഓപ്പറേഷനുകളെല്ലാം നടത്താനുള്ള പണം തന്ന് സഹായിച്ചത് സീമയാണ്. ശരണ്യയുടെ വിവാഹമോചനം കഴിഞ്ഞ സമയമായിരുന്നു അത്. അവരുടെ മരണശേഷം എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് സീമയാണ്, അമ്മ വ്യക്തമാക്കി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ എൻ്റെ അവതരണത്തെ കുറിച്ചൊക്കെ പല കമന്റുകളും പലരും എൻ്റെ വീഡിയോയുടെ തെറി വിളിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്കെന്ത് പറയാനാണ്, എനിക്ക് തിരിച്ച് തെറി വിളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് തെറി വിളിച്ചിരുന്നു. ഇപ്പം എനിക്ക് താല്പര്യമില്ല. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിലും ഇഷ്ടംപോലെ ഞാൻ വിളിച്ച തെറികളും എന്നെ വിളിച്ച തെറികളും അവിടെ കിടപ്പുണ്ട്. ഇപ്പം എന്നെ വന്ന് എല്ലാവരും തെറി വിളിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അവിടെ കിടന്ന് വിളിക്കട്ടെ. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, അല്ലെങ്കിൽ വേറെ ചാനൽ വെക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ.